നമ്മൾ വീടുകളിൽ വാട്ടർ ടാങ്കൊക്കെ വെച്ച് കഴിയുമ്പം അത് കഴുകാൻ പറ്റാണ്ട് ബുദ്ധിമുട്ടാറുണ്ടോ? അതിന് മെയിനായിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ചിലവരെല്ലാം റൂഫ് ഇത് പിന്നെ ഓപ്പൺ ടെറസിലൊക്കെ റൂഫ് ചെയ്ത് കഴിയുമ്പോൾ അതിന് മേലോട്ട് കയറാനുള്ള ബുദ്ധിമുട്ടുകൾ കൊണ്ട് കയറാൻ പറ്റാതെ, പിന്നെ ആരെങ്കിലും സഹായമില്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ അബദ്ധം പറ്റിയിട്ട് കഴുകാനൊക്കെയുള്ള മടികൾ വരാറുണ്ട്. അപ്പോൾ നമ്മൾ അതിനെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത്, ഇതുപോലുള്ള ഓപ്പൺ ടെറസിലൊക്കെ റൂഫ് ചെയ്യുമ്പം അതിന് മെയിനായിട്ടൊരു ഡോറ് കൊടുക്കുക. കയറിപ്പോകാനുള്ളൊരു പടി മെയിനായിട്ട് സെറ്റ് ചെയ്യുക. അപ്പം അങ്ങനെയുള്ളൊരു വർക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. ചെറിയൊരു ഏരിയ ആണ്, ബാക്കി സ്ഥലത്തെല്ലാം പിന്നെ റൂം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ചെറിയ ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ അവിടെ കുറച്ച് 16 അടിയുടെ കുറച്ച് ഷീറ്റ് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ബാക്കി അതുപോലെ തന്നെ അവിടെ ഒരു സ്റ്റെയർ കേസും ഒരു സ്ലൈഡിങ്ങിൻ്റെ ഒരു ഡോറും കൂടി നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിൻ്റെ വീഡിയോ ആണ്. അപ്പം ഷീറ്റ് ഇടുന്ന പിന്നെ വീഡിയോ ഒക്കെ നമ്മൾ സ്ഥിരമായിട്ട് കാണിക്കുന്നതാണല്ലോ, അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടൊന്നും ആ ഏരിയ നമ്മൾ കാണിക്കാൻ നിൽക്കുന്നില്ല. അപ്പോൾ 16 അടിയുടെ കുറച്ച് ഷീറ്റും ആ സൈഡിൽ കുറച്ച് ഗ്രിൽസുമാണ്. അവിടെ ഒരു പിന്നെ ഗ്രില്ലിൻ്റെ ഒരു ഏരിയയും കൂടി ഒഴിച്ചു വിട്ട ഒരു ഏരിയയും കൂടി ഉണ്ട്. അവിടെ ഒരു ഗ്രില്ലും കൂടി അടിക്കാനുണ്ട്. അത്രയും ഭാഗത്തിൻ്റെ വർക്ക് മാത്രമാണ് നമ്മൾ ഇപ്രാവശ്യം കാണിക്കുന്നത്. ആ വർക്കിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഷീറ്റ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഗ്രില്ല് കൂടി സെറ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യം തന്നെ ഷീറ്റ് ഇട്ട് രണ്ടാമത് ഗ്രിൽസ് സെറ്റ് ചെയ്തു. ഗ്രിൽസും കൂടി സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ അവിടെ സ്റ്റെയർ കേസ് അടിക്കാൻ തുടങ്ങിയത്. അത് അല്ലെങ്കിൽ പിന്നെ സ്റ്റെയർ അടിക്കുന്നതിന് മുമ്പ് ഗ്രില്ല് വെച്ച് ഇല്ലെങ്കിൽ രണ്ടാമത് ഗ്രിൽസ് കയറ്റൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇച്ചിരി ഹെവി ആയിട്ടുള്ള ഗ്രിൽസാണ്. അപ്പോൾ ആ ഒരു വർക്കാണ്. ഇനി ഇപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു സ്റ്റെയർ കേസാണ്. അപ്പം വീടിനെല്ലാം മുകളിൽ ഇതുപോലെ ചെയ്യുമ്പോൾ സ്റ്റെയർ കേസ് കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ലെങ്കിലുള്ള ബുദ്ധിമുട്ട്, വീടിന് 2 നിലയുടെ മുകളിൽ മെയിനായിട്ട് ഉണ്ടാകുക വാട്ടർ ടാങ്കാണ്. അല്ലാതെ വേറെ വൻ ആവശ്യങ്ങളൊന്നും ഉണ്ടാകാറില്ല. പിന്നെ എന്തെങ്കിലും പിന്നെ സാധനങ്ങൾ ഉടക്കാലോ അങ്ങനെയുള്ള സമയത്ത് വേണ്ടി മാത്രമേ മേലെ കയറേണ്ടി വരുള്ളൂ. അപ്പോൾ മെയിനായിട്ട് ടാങ്ക് ക്ലീൻ ആക്കലാണ് മെയിനായിട്ടുള്ള പ്രശ്നം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഡോറാണ് മെയിനായിട്ട്. സ്റ്റെയർ കേസ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു ഏണി വെച്ചിട്ടാണെങ്കിലും കയറിപ്പോവാം. അപ്പം മെയിനായിട്ടൊരു ഡോറ് സെറ്റ് ചെയ്യണം. അപ്പോൾ അത് ചെയ്യാതെ അബദ്ധം പറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. കാരണം അങ്ങനെയുള്ളവരാണ് കൂടുതൽ. കാരണം ഇപ്പോൾ ഒത്തിരി പേര് അങ്ങനെ രണ്ടാമത് സ്റ്റെയർ കേസ് ചെയ്യണമെന്നെല്ലാം പറഞ്ഞിട്ട് വിളിക്കലുണ്ട്. അപ്പോൾ ചിലർ അഭിപ്രായം ചോദിക്കലുണ്ട്, ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റെയർ കേസിൻ്റെയൊക്കെ ആവശ്യമുണ്ടോയെന്ന്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ ചെയ്യുമ്പം നല്ല വൃത്തിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏണിയൊക്കെ ആണെങ്കിലും സൂക്ഷിച്ച് വെക്കാനിവിടെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ സ്റ്റെയർ കേസൊക്കെ ഉണ്ടെങ്കിൽ നമുക്കാണെങ്കിലും ഇടക്കിടക്ക് കയറി നോക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യാം. കാരണം ആർക്കാണെങ്കിലും വീട്ടിലെ പെണ്ണുങ്ങൾ മാത്രമൊക്കെ ഉള്ളെങ്കിൽ അവർക്കാണെങ്കിലും കയറി സുഖമായിട്ട് കയറി യൂസ് ചെയ്യാൻ പറ്റും. അല്ലാത്ത സ്ഥിതി വരുമ്പം ആരും കയറാനൊന്നും മെനക്കെടില്ല. അതാണ് മെയിൻ പ്രശ്നം. ഇന്ന് പറ്റില്ല, നാളെ നോക്കാം എന്നല്ല. ഇതാകുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ രാത്രിക്കാണെങ്കിലും വർക്കെല്ലാം ഡ്യൂട്ടിയെല്ലാം കഴിഞ്ഞ് വന്ന് ഇന്ന സമയത്താണെങ്കിലും നമുക്ക് ജസ്റ്റ് പെട്ടെന്ന് കയറി നോക്കാം. ഏണിയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാണ് സ്റ്റെയർ കേസൊക്കെ ചെയ്യുന്നതിനുള്ള ഗുണം. അപ്പോൾ ഇത് ഇങ്ങനെയുള്ള ചെയ്യുമ്പോൾ മെയിനായിട്ടുള്ള എന്ന് പറഞ്ഞാൽ വാട്ടർ ടാങ്കാണ് മെയിനായിട്ടുള്ളൊരു സംഭവം. അല്ലാതെ മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊന്നും കൂടുതൽ ചിന്തിക്കേണ്ട, അതാണ് മെയിൻ. പിന്നെ എന്തെങ്കിലും വർക്ക് കാര്യങ്ങൾ വരുമ്പോൾ പിന്നെ ഇതുപോലെ തന്നെ എന്തെങ്കിലും ഉണക്കാനുള്ള സംഭവങ്ങൾ വരുമ്പോഴൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളിപ്രാവശ്യം ചെയ്തിട്ടുള്ളത് അത്ര ഏരിയയിൽ ഒരു കുറച്ച് ഷീറ്റും ഒരു സ്റ്റെയർ കേസും പിന്നെ അതിന് ഗ്രിൽസും. ഇതിന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു മൊത്തത്തിലുള്ള റേറ്റ് വന്നിരിക്കുന്നത് ഏകദേശം ഒരു 90,000 രൂപയോടാണ് ഇത്രയും വർക്ക്. അതിന് മെയിനായിട്ട് ആ ഗ്രിൽസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 1 കിൻഡലിലൊക്കെ മേലെയുള്ള ഒരു ഗ്രിൽസാണ്. അതുകൊണ്ട് അതിൻ്റെ കൂടി ചിലവ് വരുന്നതുകൊണ്ടാണ് അത്രയും പൈസ, അല്ലെങ്കിൽ അത്രയൊന്നും വരില്ല. പിന്നെ ഇങ്ങനത്തെ വീഡിയോ ഇടുമ്പോൾ ഞാൻ മിക്ക വീഡിയോകളിലും തന്നെ റേറ്റ് കാര്യങ്ങളൊക്കെ ഇടാറുണ്ട്. പക്ഷേ കുഴപ്പമെന്ന് വെച്ചാൽ അങ്ങനെ എല്ലാവരും റേറ്റ് ചോദിക്കും. റേറ്റ് പലരും ചോദിച്ച് വിളിക്കാറുണ്ട്. റേറ്റ് ചോദിക്കുമ്പോൾ ഉള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും പല അളവായിരിക്കും എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ പലരുടെ ഏരിയ വ്യത്യാസമായിരിക്കും. പലർക്കും പല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇടണം. ഇപ്പോൾ ഷീറ്റാണെങ്കിൽ തന്നെ പല ക്വാളിറ്റിയുള്ള ഷീറ്റുകളുണ്ട്. പൈപ്പ് യൂസ് ചെയ്യുന്നത് പലരും പല രീതിയിലായിരിക്കും. അപ്പം നമ്മൾക്ക് ചെയ്യാൻ പറ്റാത്ത കേസിന് നമ്മൾ റേറ്റ് പറഞ്ഞിട്ട് ഏകദേശം ഒരു ചിലവ് പറയാമെന്നല്ലാതെ ഉള്ളത് കറക്റ്റ് റേറ്റ് കാര്യങ്ങളൊന്നും പറഞ്ഞെടുക്കാൻ പറ്റില്ല. കാരണം ഓരോരാളും പണിയുന്ന രീതിയും പിന്നെ എല്ലാം വ്യത്യാസമായിരിക്കും. ഓരോരാൾ ഉപയോഗിക്കുന്ന മെറ്റീരിയലുകൾ കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങനെയുള്ളൊരു പ്രശ്നങ്ങൾ വരാറുണ്ട്. ഇപ്പോൾ സംശയങ്ങളൊന്നും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറഞ്ഞുതരാൻ മടിയുണ്ടായിട്ടല്ല, നമ്മൾ ഈ റേറ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞാണ്. അപ്പോൾ നമ്മൾ കൂടുതലും റൂഫിങ്ങിൻ്റെ വീഡിയോ ആണ് കൂടുതൽ ചെയ്യുന്നത്. വെൽഡിങ് സംബന്ധമായ എല്ലാ വീഡിയോകളും തന്നെ നമ്മൾ ചെയ്യാറുണ്ട്. അപ്പം ഇതുപോലെയുള്ള സംഭവങ്ങൾ ഇനി കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ഓൺ ആക്കി വെക്കുക. അതുപോലെ തന്നെ ഇനിയും ഇതുപോലുള്ള വെറൈറ്റി വീഡിയോകളായിട്ട് നമ്മൾ വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോയെക്കുറിച്ചുള്ള കമൻറ്റ് നിങ്ങൾ പറയണം. അപ്പോൾ അബദ്ധം പറ്റിയവരുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. രണ്ടാമത് ഡോറ് വെക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വെക്കാൻ പറ്റും. പറ്റുന്ന ആണെങ്കിൽ കുഴപ്പമില്ല. ചില സ്ഥലത്തൊന്നും ചിലപ്പം പറ്റിയെന്നിരിക്കില്ല. എന്നാലും മിക്ക സ്ഥലങ്ങളിലും തന്നെ നമുക്ക് രണ്ടാമത് ഡോറ് കൊടുക്കാനൊക്കെ പറ്റുന്നതായിരിക്കും. അപ്പോൾ അത് പക്ഷേ സൈറ്റ് കാണാതെ പറയാൻ പറ്റുന്നില്ലായിരിക്കും.